കഴിയുമോ എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകം ഇന്ന് നൽകുന്ന ഉത്തരം തികച്ചും ആവേശകരമാണ്. കേവലം സങ്കല്പങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സുതാര്യമായ മരം ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. കാഴ്ചയിൽ ഗ്ലാസ് പോലെ തോന്നിപ്പിക്കുമെങ്കിലും കരുത്തിൽ ലോഹങ്ങളെ പോലും വെല്ലുന്ന ഈ അത്ഭുത പദാർത്ഥം നിർമ്മാണ മേഖലയിൽ വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കമിടുന്നത്. 1992 ജർമ്മൻ ശാസ്ത്രജ്ഞനായ സിഗ്ഫ്രിഡ് ഫിഗ് ആണ് ഈ സാങ്കേതിക വിദ്യ ആദ്യമായി വികസിപ്പിച്ചെടുത്തത്. പിന്നീട് മെരിലാൻഡ് സർവകലാശാലയിലെയും സ്വീഡനിലെ KDH റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഗവേഷകർ ഇത് കൂടുതൽ പരിഷ്കരിക്കുകയും വ്യാവസായിക സാധ്യതകൾ തുറന്നു കൊടുക്കുകയും ചെയ്തു. സാധാരണ മരത്തിന് നിറവും ഉറപ്പും നൽകുന്ന ലിഗ്നിൻ എന്ന ഘടകത്തെ സങ്കീർണമായ രാസപ്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നതാണ് ഇതിന്റെ നിർമ്മാണത്തിലെ ആദ്യ ഘട്ടം. ലിഗ്നിൻ പോകുന്നതോടെ മരം വെളുത്ത നിറമായി മാറുന്നു. ഈ ഘട്ടത്തിൽ തടിയുടെ സ്വാഭാവികമായ സെല്ലുലോസ് ഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലെ സൂക്ഷ്മമായ വിടവുകളിലേക്ക് സുതാര്യമായ പോളിമറുകൾ നിറയ്ക്കുന്നു. ഇതോടെ മരം ഗ്ലാസ് പോലെ സുതാര്യമാവുകയും അതേസമയം തടിയുടെ കരുത്ത് നിലനിർത്തുകയും ചെയ്യുന്നു. നിലവിൽ സാന്ദ്രത കുറഞ്ഞതും വേഗത്തിൽ വളരുന്നതുമായ ബാൽസ, ബീർച്ച് തുടങ്ങിയ മരങ്ങളാണ് ഇതിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഗ്ലാസുകൾക്ക് ഏറ്റവും മികച്ച പകരക്കാരനായി സുതാര്യമായ മരം മാറുന്നത് അതിന്റെ സവിശേഷമായ ഗുണങ്ങൾ കൊണ്ടാണ്. സാധാരണ ഗ്ലാസിനേക്കാൾ 5 ഇരട്ടി കരുത്തുള്ളതാണിത് എന്നത് മാത്രമല്ല, ഭാരം വളരെ കുറവാണെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ഗ്ലാസ് പൊട്ടുമ്പോൾ അപകടകരമായ ചില്ലുതരികളായി ചിതറിത്തെറിക്കുമെങ്കിൽ സുതാര്യമായ മരം ഒടിയുകയോ വളയുകയോ മാത്രമേയുള്ളൂ എന്നത് സുരക്ഷാ കാര്യത്തിൽ വലിയൊരു മേന്മയാണ്. കൂടാതെ താപത്തെ പ്രതിരോധിക്കാനുള്ള ഉയർന്ന ശേഷി ഇതിനുള്ളതിനാൽ കെട്ടിടങ്ങൾക്കുള്ളിലെ ചൂട് ക്രമീകരിക്കാനും ഊർജ ലാഭം ഉണ്ടാക്കാനും ഇത് സഹായിക്കുന്നു. പ്രകൃതിദത്തമായ ഉറവിടങ്ങളിൽ നിന്നുള്ള ഈ പദാർത്ഥം പ്ലാസ്റ്റിക്കിനും ഗ്ലാസിനും ഒരു പരിസ്ഥിതി സൗഹൃദ ബദലായി മാറും എന്നതിൽ സംശയമില്ല. നിലവിൽ പരീക്ഷണശാലകളിൽ നിന്ന് വ്യാവസായിക ഉൽപാദനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ വരും കാലങ്ങളിൽ കെട്ടിടങ്ങളിലെ ജനലുകൾക്കും സൗരോർജ പാനലുകൾക്കും അത്യന്താപേക്ഷിതമായി മാറുന്ന കാര്യം വിദൂരമല്ല.